ജീവിതത്തിൽ ശരിക്കും പെരേര കുറച്ച് വില്ലൻ തന്നെയാണ്. അപ്പോഴും ആറാട്ടണ്ണൻ എപ്പോഴും നായകൻ നല്ലവനാണ്, ഞാൻ നല്ലവനാന്ന് പറയില്ലേ. എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. എനിക്കും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പെരേരയുടെ എന്തോ ഒരു ഉള്ളിൽ എന്തെങ്കിലും ഇപ്പോഴും ഒരു ശത്രുത. അങ്ങനൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോ പറയുന്നതേ ഉള്ളൂ. പുള്ളിയുടെ വീഡിയോ ഒന്നും അനങ്ങിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറയാം. പുള്ളിയുടെ വീഡിയോ ഇപ്പൊ അനങ്ങിയില്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പെരേരനെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യും. അതാണ് എല്ലാരും ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല. അപ്പൊ ഒരു ദിവസം പെരേര ഒരു ഓൺലൈൻ മീഡിയക്കാരോട് പറഞ്ഞു അണ്ണന് റീച്ച് ഇല്ലെന്ന് പറഞ്ഞു. ഞാനപ്പോ അവനോട് പറഞ്ഞു, എടാ ഇതിനുള്ള പണി നിനക്ക് അണ്ണൻ തരൂട്ടാ. അന്ന് രാത്രി അത് ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം പേര് ആ വീഡിയോ കയറി. 8 ലക്ഷം 8 മില്യൺ അല്ല അത് പറയട്ടെ. അത് കഴിഞ്ഞപ്പോ അണ്ണൻ എന്ത് ചെയ്ത് പെരേരനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊരു വീഡിയോ കയറി പറഞ്ഞു. അപ്പൊ അണ്ണന് റീച്ച് ഇല്ലെന്നും പറഞ്ഞ് അണ്ണൻ ചെയ്ത പണിയാണ്. 8 മില്യൺ കയറിയത് 8 മില്യൺ പറയാൻ കൊള്ളാൻ വീഡിയോ അല്ല. പെരേരയെ കുറ്റം പറഞ്ഞ അല്ല പുള്ളി സമയം ഞാനാണെങ്കിൽ പുള്ളി റീച്ച് ഇല്ലെന്ന് പറഞ്ഞോണ്ട് തിരിച്ചടിച്ചതാ. പക്ഷെ അത് 8 മില്യൺ കയറി. അതെ, പെരേരയെ കുറിച്ച് അത് ഞാൻ ചെയ്ത കുറച്ച് കൂടിപ്പോയി. അല്ല അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും പിടിച്ച് പൊട്ടിച്ചേർന്ന പുള്ളി അത് ക്ഷമിക്കുക ചെയ്ത. അല്ല അത് പൊട്ടിക്കാൻ ഞാനാ പറഞ്ഞത്. നമ്മള് ആ ഒരു രീതിയിൽ നിൽക്കുക. നിന്നെ കുറ്റം പറയാ, നീ തിരിച്ചു സത്യമാണ് പറയാൻ പാടില്ല. സത്യമാണ്, പക്ഷെ അത് പബ്ലിക്കിലോട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാ. അണ്ണൻ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ ഒട്ടും പുള്ളി ഞാനും പുള്ളി 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഒരു അനിയനെ പോലെയാണ്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും നിങ്ങൾ എന്താ പറയാ ഹോണസ്റ്റ് അല്ലാത്ത രീതിയിലല്ലേ പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും. ഹോണസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഒരാളുടെ പറയാൻ പാടില്ല. ചിലത് പറയാൻ പാടില്ല. ചില കാര്യം പേഴ്സണൽ കാര്യങ്ങളായിരുന്നു പറയാൻ പാടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പുള്ളി എന്നെ ക്ഷമിച്ചിട്ടുണ്ട്. വേറൊരാളാണ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തതാണ്. ഇങ്ങനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ എന്നെ പിടിച്ച് അടിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടോ? പുള്ളിയെ പറഞ്ഞില്ല. പുള്ളി ഒരുപാട് ടോളറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു കുശിക്കാരനെ കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെരേരയായാലും ഇതേപോലത്തെ പൊട്ടം കളിക്കാൻ നിൽക്കാറില്ല. അതാണ് ഞാൻ എന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ കൂടുതൽ അങ്ങോട്ട് പൊട്ടം കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവര് നമ്മളെ കുറിച്ച് പറയും. അതുകൊണ്ട് ഓവറായിട്ട് നിൽക്കൂല. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പറയുകയാണെ ഇന്ന് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് അത് പോവുക. എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ പോവും, കൂടെ പോവും, വീട്ടിൽ കൊണ്ടാക്കും, പരിപാടി കഴിഞ്ഞ്. പെരേന്ന് വെച്ചാൽ ഇവർ അങ്ങാടും ഇങ്ങാടും ആദ്യമേ തന്നെ കണക്റ്റിങ് ആണല്ലോ. അപ്പൊ അങ്ങാടും ഇങ്ങാടും ഉള്ളിലൊരു ഇതുണ്ട്. അവനായി എന്നോട് പറയും, ഓ അണ്ണനെ അങ്ങനെ പറഞ്ഞു. അവൻ അത് പോട്ടെ, നിന്നെ പറ്റി അണ്ണൻ സോഷ്യൽ മീഡിയയിലെ ഒരു മമ്മൂട്ടി മോനെ പോലെയാണ് ഞാൻ. അതെ അതെ അതെ, ഇതിന്റെ ഇടയിൽ നിൽക്കണ ഞാനാ. എപ്പോഴെങ്കിലും ആറാട്ടണ്ണനെ തല്ലണം തോന്നിയിട്ടുണ്ടോ? തല്ലണം തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ പറയാം. തല്ലണം തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഇടക്ക് അണ്ണൻ ഈ ഒരു വിവാദത്തിൽപ്പെട്ട് അകത്ത് പോയായിരുന്നു. അപ്പൊ അതില് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യണില്ല. പുള്ളി അത് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഭയങ്കര മോശമായി പോയി. കാര്യം എന്താ വെച്ചാൽ ഞാനും സിനിമ ഫീൽഡിലേക്ക് നിൽക്കുന്ന ഒരാളാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലെവലിലായാലും നിൽക്കുന്ന ഒരാളാണ്. പുള്ളി അത് ചെയ്തപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു അത് ചെയ്യേണ്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഒരു സ്ത്രീകളെ മൊത്തം അല്ലേ. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കണം. അതിൽ പുള്ളി അകത്ത് പോയി. പക്ഷെ ആ സമയത്ത് പുള്ളി അകത്ത് പോയ സമയത്ത് പുള്ളിനെ സഹായിക്കാൻ ആരുമില്ല. ഒരുപാട് പേർക്ക് പുള്ളി പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് ഇതുവരെ പൈസ ആയിട്ട് സഹായിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് പേടിയാ, നാളെ ഒരു ഇയാൾ അത് വീഡിയോയിൽ വിളിച്ച് പറയുന്ന പേടിയുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് കടമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പോഴും ഞാൻ എന്താ ഇരുത്തി പറയുന്നുണ്ട്, ഇയാളുടെ കയ്യിൽ നിന്ന് കടമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോ അണ്ണാ എനിക്ക് ഒരു 1000 രൂപ തന്നോട്ടാ, അല്ലെങ്കിൽ വണ്ടി ഓടുമ്പോ അണ്ണാ ഒരു 200 രൂപ പെട്രോൾ അല്ലേ, ശരിയല്ലേ,